പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്, വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിന്, വികസന രാഷ്ട്രീയത്തിന് മറ്റൊരു പൊൻതൂവൽ എന്നതിനാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജിത്ത്, തുടരാം. യെസ്, പ്രജിത്തിന് മുന്നേ ഇപ്പോൾ ജിജീഷ് കരുണാകരൻ കൂടി ചേരുകയാണ്. കൊച്ചി ജിജീഷ്, എറണാകുളം കേരളത്തിന്റെ വ്യാവസായിക കേന്ദ്രം, വ്യാവസായിക ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക സംരംഭത്തിന്റെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ 2020 ഇറ്റെക്സിന്റെ സാരഥി തന്നെയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് ഇന്ത്യയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളെയൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിന്റെ വികസനം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്ന്. അത് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ, എറണാകുളം ജില്ലയിലടക്കം എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമാണിനി? ജിജീഷ് കരുണാകരൻ കിഴക്കമ്പലത്ത് നിന്നാണ് ചേരുന്നത്. ജിജീഷ്, തുടരാം. സംഘടന തന്നെയാണ് കെ പി പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് മധ്യകേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തന്നെ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ ഒരു മുന്നണി തന്നെയാണ് 2020 എന്ന സംഘടന എന്ന് പറയുന്നത്. ആ 2020 സംഘടന NDAയുടെ ഭാഗമാകുമ്പോൾ, BJP നേതൃത്വത്തിലുള്ള NDAയുടെ ഭാഗമാകുമ്പോൾ അത് വലിയ ഒരു മാറ്റത്തിന് തന്നെയാണ് വഴിവെക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ 2020 ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. നിരവധി ജനകീയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് 2020 ജനമനസ്സുകളിലേക്ക് കയറി ചെന്നത്. ആ പദ്ധതികളെ ജനം വലിയ തോതിൽ സ്വീകരിച്ചു. അങ്ങനെയാണ് അവിടെ മറ്റുള്ള LDF UDF മുന്നണികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും ഇല്ലാത്ത വിധം വലിയ ഒരു മുന്നേറ്റം 2020 നടത്തുകയും ചെയ്തത്. 21 സീറ്റുകളിൽ 14 സീറ്റുകളും നേടിക്കൊണ്ടായിരുന്നു 2020യുടെ ഇത്തവണത്തെ വിജയം എന്ന് പറയുന്നത്. 3 പഞ്ചായത്തുകൾ, അതായത് തിരുവാണിയൂർ, കിഴക്കമ്പലം, ഐക്യനാട് പഞ്ചായത്തുകളിൽ ഐതിഹാസികമായ വിജയങ്ങൾ 2020ക്ക് നേടാനും കഴിഞ്ഞു. ഈ 2020 ഭരണം നടത്തുന്ന പഞ്ചായത്തുകളിലൊന്നായ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഓഫീസിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും 2020 അംഗങ്ങളും അടക്കമുള്ള ആളുകൾ ഈ ഭാഗങ്ങളിലുണ്ട്. അവരോട് തന്നെ വലിയ ഒരു മാറ്റത്തിൻ്റെ ഒരു കാഹളം ഇതുമായി ബന്ധപ്പെട്ട് മുഴങ്ങുന്നുണ്ട്. നിലവിൽ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് 2020 ചീഫ് തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ തങ്ങൾ പറയാനില്ല ഈ ഒരു ഘട്ടത്തിൽ എന്ന കാര്യമാണ് അല്പം മുമ്പ് പ്രസിഡന്റ് ജിൻസി അടക്കമുള്ള ആളുകൾ, മെമ്പർമാരെല്ലാം തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വിശദമാക്കാം എന്ന് പറയുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വലിയ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം ആ ഒരു മാറ്റത്തിനൊപ്പം നീങ്ങാൻ അവരെല്ലാവരും തന്നെ തയ്യാറാണ് എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. പല ഭാഗങ്ങളിലും, അതായത് 2020യുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വർദ്ധിതമായ ഒരു ആവേശം തന്നെയാണ് അവർക്കെല്ലാം തന്നെ ഉള്ളത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അംഗങ്ങളുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുമായി ചോദിച്ച് അറിയാം. പ്രസിഡന്റ്, ഇവിടുത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? മൈക്കിൽ സ്ട്രെങ്ത് എത്ര അംഗങ്ങളാണ് ഇവിടെ വിജയിച്ചു വന്നിരിക്കുന്നത്? നിലവിൽ 14 പേര്, 21 പേര്, 14 പേര്. നിരവധി ജനക്ഷേമ ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ഉണ്ട്. പദ്ധതികളൊക്കെ അല്ല, പൊതുവായിട്ട് ചോദിച്ചതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അതെ. പ്രസിഡന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല. കാരണം പ്രസിഡന്റ് തന്നെ, ചീഫ് തന്നെ അക്കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനം നടത്തി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ജനകീയ പദ്ധതികൾ തന്നെയാണ് 2020യെ ജനമനസ്സുകളിലേക്ക് എത്തിച്ചത്. അത്തരമൊരു സംഘടന വികസനത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിക്കൊപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ അത് വികസനത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നത് തന്നെയാണ്. കൃത്യമായി തന്നെ, അതായത് വരുന്ന ദിവസങ്ങളിൽ വലിയ പരിപാടികൾ
കാഴ്ചപ്പാടുകൾ 2020 ഈ ഒരു മേഖലയിൽ അടക്കം വെച്ചിട്ടുണ്ട്. കിഴക്കമ്പലത്ത് മാത്രമല്ല, കുന്നത്ത് നാട് ഭാഗങ്ങളിൽ സ്വാധീനമുള്ള ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ ആഹ്ലാദ പരിപാടികൾക്ക് തന്നെയാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. അത്ര വലിയ ഒരു മുന്നേറ്റം, കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDF മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇവിടെ നിന്ന് സാബു ജേക്കബിൽ നിന്നും ഒപ്പം തന്നെ 2020 നേതാക്കളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർ വികസനത്തിനൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. വികസന കാഴ്ചപ്പാടിനൊപ്പം മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേക 12 വർഷത്തോളം കേന്ദ്ര ഭരണത്തിൽ വികസനം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിക്കൊപ്പവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പവും ആ കാഴ്ചപ്പാടുകൾക്കൊപ്പവും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് തന്നെയാണ് തന്നെ ഈ മാറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നതും 2020 പോലുള്ള ഒരു സംഘടനയെ NDAയുടെ ഭാഗമാക്കുക എന്നത് അത് വലിയ ഒരു ആവേശം പകരുന്നത് തന്നെയാണ്. അത് NDA മുന്നണിയെ ശക്തിപ്പെടുത്തും എന്നത് മാത്രമല്ല, കേരളത്തിലാകെ പുതിയൊരു വികസന കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നത് തന്നെയാണ്. നിരവധി ജനകീയ പദ്ധതികൾ 2020 കിഴക്കമ്പലത്തടക്കം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ജനകീയ പദ്ധതികളെ ജനം സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് വലിയ വിജയങ്ങൾ ഓരോ തവണയും കൃത്യമായി തന്നെ 2020 ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഇത്രയധികം അംഗങ്ങളെ ഈ കിഴക്കമ്പലത്ത് നിന്ന് മാത്രം വിജയിപ്പിച്ചെടുക്കാനും എല്ലാം തന്നെ 2020 കഴിഞ്ഞു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ പല ഭാഗങ്ങളിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതികരണം, താല്പര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കൂട്ടുകെട്ടിനെ അല്ലെങ്കിൽ NDAയുടെ ഭാഗമാകാനുള്ള 2020യുടെ തീരുമാനത്തെ ആഹ്ലാദത്തോടെയും താല്പര്യത്തോടെയും തന്നെയാണ് ഓരോ ആളുകളും വരവേൽക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ നന്ദി കുറിക്കുന്നത് ഈ ഒരു കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഓഫീസിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് തുടക്കം, വിജയങ്ങളുടെ എല്ലാം തന്നെ തുടക്കം എന്ന് പറയുന്നത്, വലിയ നേട്ടങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുകയും ചെയ്യുന്നത്. KP ജിജീഷ്, എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാബു ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 NDAയിലേക്ക് എത്തുമ്പോൾ വികസനത്തിന് BJPയോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു സമൂഹം സ്വീകരിക്കുന്ന മോദിയുടെ വികസന കാഴ്ചപ്പാട് അത് ഇനി NDAയിലേക്ക് BJPയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളം മുടിച്ച ചരിത്രം മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്ര വലിയ രീതിയിലൊരു ആകർഷണീയത BJPക്ക് NDAയ്ക്ക് ഉണ്ടാകുന്നത്? അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു മുന്നേറ്റം ഇക്കാര്യത്തിൽ NDA മുന്നണിക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 2020ക്ക് ഉണ്ടാകുന്നത്. കാരണം വികസനത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ വികസനത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള കുറേ സംഘടനകൾ അത് ഇന്ത്യയുടെ ഭാഗമായി മാറുന്നു എന്നത് അതിലേറ്റവും പ്രധാനമായും തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 2020 എങ്ങനെയാണ് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നത്, എങ്ങനെയാണ് ജനകീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയത് എന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കണ്ട ഒരു കാര്യമാണ്. ആ ഒരു മാറ്റം അല്ലെങ്കിൽ അവർ ഓരോ സ്ഥലത്തും വികസന കാഴ്ചപ്പാടോടുകൂടി നടപ്പിലാക്കിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ ജനം ഉൾക്കൊണ്ടു. സമാനമായ കാഴ്ചപ്പാട് തന്നെയായിരുന്നു BJP നേതൃത്വത്തിൽ NDAയും മുന്നോട്ട് വെച്ചത്. അതുതന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം, തിരുവനന്തപുരം നഗരസഭ ഭരണം പിടിച്ചെടുക്കുന്നതടക്കമുള്ള നേട്ടങ്ങൾക്കെല്ലാം തന്നെ പര്യാപ്തമാക്കിയത് എന്ന് പറയുന്നത് ആ നേട്ടങ്ങൾ തന്നെ